സന്ധ്യയിലെ വചന ധ്യാനത്തിന് മുമ്പായിട്ട് ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു കൊള്ളട്ടെ. ബുധനാഴ്ച നോമ്പ് പ്രാർത്ഥനയെ തുറന്ന് നമ്മുടെ സേവ്യാ സംഘത്തിൻ്റെ ഒരു മീറ്റിംഗ് പള്ളിയിൽ വെച്ച് കൂടും. ചുരുങ്ങിയ സമയമുള്ളൂ. സെൻറ്റർ മീറ്റിങ്ങിൻ്റെ ക്രമീകരണത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നതിനാണ് എല്ലാ സേവ്യാ സംഘങ്ങളും സേവ്യാ സംഘത്തിൻ്റെ ചുമതലക്കാരും കമ്മിറ്റിക്കാരും. ബുധനാഴ്ച നോമ്പ് പ്രാർത്ഥനയെ തുറന്ന് നമ്മുടെ വചന ധ്യാനത്തിനായിട്ട് സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കാം. സദൃശവാക്യങ്ങൾ 28:13. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഒരു വേദഭാഗം കൂടെ വായിക്കാം. 32-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. 32-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവേ, ഈ സന്ധ്യയിൽ പരിശുദ്ധ വചനത്തിൻ്റെ ധ്യാനത്തിനായിട്ട് ഞങ്ങൾ ഒരുക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പക്കലൊന്നുമില്ല, ശൂന്യമാണ് കർത്താവേ. ദൈവമായിരിക്കുന്ന ജ്ഞാനത്താൽ ഈ സന്ധ്യകൾ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം അനേക വചനങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട് കർത്താവേ. കുറച്ചെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം, നന്മയുടെ വഴി സഞ്ചരിപ്പാൻ തക്കവണ്ണം, ഞങ്ങളുടെ കുറവുകളൊക്കെ ഒന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണം ഈ പ്രാർത്ഥനകളൊക്കെ മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിൻ്റെ കൃപ കൂടെ ഇരുന്നാട്ട് ഈ സന്ധ്യയിൽ വചനം പറയാനുള്ള ദൈവത്തിൻ്റെ വലിയ പരിജ്ഞാനത്തെ ബലഹീനദാസനായിരിക്കുന്ന അടിയന് തരണമേ. കടന്നു വന്ന ജനത്തെ ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും നിറച്ചാട്ട് യേശു നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ഇന്ന് ഈ സന്ധ്യയിൽ ഒരുമിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ സഭയിലെ കുദാശകളിലൊന്നായിരിക്കുന്ന കുമ്പസാരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് നോമ്പുകാലം അനുതാപത്തിൻ്റെ കാലഘട്ടമാണ്. കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥനകൾ ശക്തിപ്പെടേണ്ട കാലഘട്ടമാണ്. നമുക്കറിയാം, ഒരേ സമയം തന്നെ 2 കുദാശകൾ നിർവഹിക്കപ്പെടുന്ന നമ്മുടെ ശുശ്രൂഷ ഏതാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ കുർബാനയും കുമ്പസാരവുമാണ്. വിശുദ്ധ കുർബാനയിൽ നമുക്കറിയാം രണ്ട് കുദാശകൾ ചേർന്നാണല്ലോ നടത്തപ്പെടുന്നത്. അവിടെ വിശുദ്ധ കുർബാന എന്ന കുദാശയുമുണ്ട്, കുമ്പസാരം ഒരു കുദാശയാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അതിൻ്റെ ഒരു ഷോർട്ട് ചെറിയ സമയമേ ഉള്ളൂ അല്ലേ. അച്ഛൻ കുമ്പസാര പ്രാർത്ഥനകൾ പറയുന്നു, ജനം ഏറ്റുചൊല്ലുന്നു, തീരുന്നു എന്നുള്ളത്. അത് അല്പസമയമുള്ളെങ്കിലും പരിശുദ്ധ സഭയുടെ ഏറ്റവും ശക്തമായ കുദാശകൾ ഒന്ന് തന്നെയാണ് കുമ്പസാരത്തിൻ്റെ കുദാശ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് അനുരഞ്ജനത്തിൻ്റെ കുദാശയാണ്. എന്താണ് അനുരഞ്ജനം? ദൈവവും മനുഷ്യനും തമ്മിൽ അനുരഞ്ജനപ്പെടുന്നു, മനുഷ്യരും തമ്മിൽ അനുരഞ്ജനപ്പെടുന്നു, മനുഷ്യരും പ്രകൃതിയും തമ്മിൽ അനുരഞ്ജനപ്പെടുന്നതാണ് ഈ നാളുകളിൽ അനുരഞ്ജനത്തിൻ്റെ കുദാശയായിട്ട് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ക്ഷമയുടെ കുദാശയാണ്, സൗഖ്യത്തിൻ്റെ കുദാശയാണ്, അനുരഞ്ജനത്തിൻ്റെ കുദാശയാണ് എന്നുള്ളതാണ് ഈ ഭാഗങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ കുമ്പസാരിക്കണം, അനുദപിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മൾ ചിന്തിക്കും. കാരണം when we in the presence of perfect one we feel imperfections. ഒരു പൂർണ്ണതയുള്ള ഒരു സാന്നിധ്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ചില കുറ്റബോധങ്ങൾ ഉണ്ടാകും. ഒരു നല്ല നന്മയുള്ള മനുഷ്യനെ കാണുമ്പോൾ യഥാർത്ഥ ദൈവിക മനസാക്ഷിയോട് ജീവിക്കുന്ന ഒരാൾക്ക് കുമ്പസാരം ഉണ്ടാകും അല്ലേ. ഇപ്പോൾ ഉണ്ടാകുന്നില്ല. നമ്മൾ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇടവകളിലും ചുറ്റുപാടുകളിലും ഒക്കെ അങ്ങനെയുള്ള നല്ല മനുഷ്യരുടെയൊക്കെ എണ്ണം നമ്മളെല്ലാം ഉൾപ്പെടെയാണ് പറയുന്നത്, കുറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെയാണ് പ്രശ്നമെന്ന് പറയുന്നത്. ദൈവം മാത്രമേ ഉള്ളൂ 100% പെർഫെക്ഷൻ, പൂർണ്ണത അവകാശപ്പെടുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പൂർണ്ണതയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് അപൂർണതകൾ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു കുമ്പസാരത്തിൻ്റെ അനുഭവം വരുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നന്മയുള്ള മനുഷ്യരെയൊക്കെ കാണുമ്പോൾ ദൈവീയ മനസാക്ഷിയുള്ള ആളുകളാണ് ചിന്തിക്കുക, എനിക്ക് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലേ. നമുക്കിന്ന് അതൊന്നും ചിന്തിക്കാൻ കാര്യമില്ലല്ലോ. കാരണം വെട്ടിപ്പിടിക്കുകയും വല്ലാതെ ആർത്തി കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നോമ്പിൻ്റെ പാത പറയുന്നത് അങ്ങനെയുള്ളൊരു ജീവിതക്രമത്തിലേക്ക് ഈ 50 ദിവസം കൊണ്ടൊക്കെ നമുക്കൊന്ന് എത്തിപ്പെടുവാൻ സാധിച്ചാൽ അത് ഏറ്റവും അനുഗ്രഹകരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ദൈവം മാത്രമേ 100% പരിശുദ്ധനായിട്ടുള്ളൂ. നമ്മൾ ചൊല്ലുന്നുണ്ട് എല്ലാ ദിവസവും ആ പ്രാർത്ഥന പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത്. ഏതാണ്? ദൈവമേ നീ പരിശുദ്ധനാകുന്നു അല്ലേ. നമുക്ക് പരിശുദ്ധി കുറവാണെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ. ദൈവമേ നീ മാത്രമേ ഉള്ളൂ 100% പരിശുദ്ധനായിട്ട് ഈ ലോകത്ത് എന്നൊരു സൂചനയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് കുമ്പസാരം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഞാൻ പാപിയാണ് എന്ന് ദൈവസന്നിധി സമ്മതിക്കുകയാണ് അല്ലേ. എൻ്റെ ടാർഗറ്റ് മിസ് ചെയ്തിരിക്കുന്നത്, ഞാൻ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് എനിക്ക് എവിടെയൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിച്ചിരിക്കുന്ന എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ തക്കവണ്ണം സാധിക്കണമെന്നുള്ളതാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് എന്തിനാണ് കുമ്പസാരം, എന്താണ് കുമ്പസാരം എന്നുള്ളത് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നു. പാപം വർദ്ധിക്കുന്നിടത്ത് സാത്താൻ അധികാരം സ്ഥാപിക്കുന്നു. പാപം വർദ്ധിക്കുന്നിടത്ത് സാത്താൻ അധികാരം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തല്ലിക്കുക, സഹോദരങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുക, അല്ലേ, അയൽവക്കക്കാരെ തമ്മിൽ തല്ലിപ്പിക്കുക. ഈ സാത്താനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പാവമൊക്കെ കാണുന്നത് വളരെ രസകരമായിട്ടുള്ള അനുഭവമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ പറയുന്നത് നമ്മുടെ പാപങ്ങളെ, നമ്മുടെ കുറവുകളെ ഏറ്റുപറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചാൽ ഈ ബന്ധങ്ങളൊക്കെ അനുഗ്രഹരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ദാവീദിന് വീഴ്ച സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, കണ്ണാലുള്ള വീഴ്ചയാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതിന് തിരിച്ചടികളൊക്കെ ഭവനത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മക്കൾ അബ്ശാലോം നമുക്കറിയാം മദ്യം കഴിച്ചിട്ട് അവൻ്റെ സഹോദരനായിരിക്കുന്ന അവൻ്റെ സഹോദരനെ കൊന്നുകളയുന്ന അനുഭവം വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. സ്വന്തം മക്കൾ മദ്യം കഴിച്ചിട്ട് ഒരാൾ വെളിവ് കേട്ടിട്ട് മറ്റേയാളെ കൊല ചെയ്യുന്ന സാഹചര്യം ഈ പിശാചിനകത്ത് ഭവനങ്ങളിലേക്ക് കയറുന്നത് കൊണ്ട് ഇന്ന് അനേക ഭവനങ്ങൾക്ക് സമാധാനമില്ലാത്ത സങ്കടകരമായിരിക്കുന്ന അവസ്ഥയുണ്ടാകും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. പാല് തിളയ്ക്കുമ്പോൾ നിയന്ത്രിക്കണം, അല്ലേ, എന്നാ പ്രശ്നം? എല്ലാം കൈവിട്ടു പോകും, അല്ലേ? സ്ത്രീകൾ ആയിരിക്കും കൂടുതൽ അത് ഉപയോഗിക്കുന്നത്, പുരുഷന്മാരും ചെയ്യുന്നുണ്ട്. പാല് തിളയ്ക്കുമ്പോൾ അതിൻ്റെ തീ അല്പം ഒന്ന് കുറച്ച് അതിൻ്റെ ഒരു നിയന്ത്രണം നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ എന്നാ പറ്റും? പാല് തിളച്ച് പുറത്തേട്ട് പോകും. പാപം ഇതുപോലെയാണ്. ഇടപെടേണ്ട സമയങ്ങളിൽ നമ്മൾ ഇടപെട്ടില്ല എങ്കിൽ ജീവിതം തന്നെ കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ശവമുള്ളയിടത്ത് കഴുകൻ കൂടുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അനുദപിക്കാത്ത പാപത്താൽ ദുർഗന്ധം വമിപ്പിക്കുന്ന ജീവിതങ്ങളായിട്ട് മാറും. പാപം അനുദപിക്കാതെ വച്ചാൽ അതൊരു നാറ്റം വമിപ്പിക്കുന്ന അനുഭവം. നമ്മൾ വിചാരിക്കുന്നത് ആരും അറിയുന്നില്ല എന്നുള്ളത്. മീൻകൊട്ടയം കൊണ്ട് സ്ഥിരം കിടക്കുന്ന സ്ത്രീയുടെ കഥ പോലെ, അല്ലേ? അവർക്കിത് സ്ഥിരമായി കഴിയുമ്പോൾ അവർക്കൊരു മണമില്ല എന്ന് പറയുന്നത് പോലെ പാപത്തിൻ്റെ ദിവസവുമുള്ള ആ ഒരു കൂട്ടുകെട്ടുകളിലൂടെ ഈ പാപത്തിൻ്റെ ഒരു ഗ്രാവിറ്റി അങ്ങ് മറന്നു പോകുന്നത് കൊണ്ട് പലപ്പോഴും ദുർഗന്ധം നമ്മൾ അറിയുന്നില്ല, പൊതുസമൂഹം അറിയുന്നുണ്ട്. നമ്മുടെ പാപത്തിൻ്റെ നാറ്റം, ദുർഗന്ധം പൊതുസമൂഹത്തിന് നമ്മളെക്കാളിലും കൂടുതൽ അറിയാമെന്നുള്ളതാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. പാപം പറയാതെ കിടന്നാൽ നമ്മുടെ വീട്ടിലേക്ക് സാത്താനുള്ള വഴി നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. എന്നാണ് കുഴപ്പം? പാപം ഏറ്റു പറഞ്ഞില്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ നോമ്പിൻ്റെ നാളുകൾ അനുതാപത്തിൻ്റെ നാളുകളാണ്. നമ്മുടെ കുറവുകളെ ഏറ്റു പറയുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ സാത്താനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ വീട്ടിലോട്ട്. ഇന്ന് പലരും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര പറഞ്ഞാലും സ്നേഹിക്കുവാനോ കരുതുവാനോ അനുരഞ്ജനപ്പെടുവാനോ സാധിക്കാതെ പോകുന്നു. കുമ്പസാരിച്ചില്ലെങ്കിൽ വീട്ടിൽ ദൈവത്തിനല്ല അധികാരം ഉണ്ടാകുന്നത്, പൈശാചികനാണ് അധികാരം വരാൻ പോകുന്നത്. നമ്മൾ കുമ്പസാരിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ ഭവനത്തിൻ്റെ മേലുള്ള അധികാരം ആർക്കാണ് എന്നുള്ളതാണ് പറയുന്നത്? പിശാചിനാണ്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 11-ാം അധ്യായം 32 വാക്യങ്ങൾ വായിച്ചു പോകുമ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ കുർബാനയെ നിസ്സാരമായിട്ട് സ്വീകരിക്കരുത്. അനുതാപമില്ലാത്ത മനസ്സോടെ, അശുദ്ധിയോടെ അത് സ്വീകരിക്കും. മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതാണ് സാത്താനെ സംബന്ധിച്ച് ഇഷ്ടമാകുന്നത്. അതുകൊണ്ട് പാപം വെച്ച് താമസിപ്പിക്കരുത് എന്നുള്ളതാണ് വചനം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, പാപം നിൻ്റെ എവിടെ കിടക്കുന്നത്? വാതിൽക്കൽ കിടക്കുക. പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുകയാണ്. ഇത് അനേകരോട് ഇന്ന് ദൈവത്തിൻ്റെ വചനം ഇതാണ് പറയുന്നത്. പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്ന അനുഭവത്തെക്കുറിച്ച് പറയുന്നു. നീ അതിനെ കീഴടക്കണം. പാപം വാതിൽക്കൽ കിടന്നവൻ്റെ പ്രശ്നം എന്താണ്? അവൻ സഹോദരനെ കൊന്നു. നോമ്പെന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയമുള്ളവരെ? ശരീരം ചോദിക്കുന്നത് കൊടുക്കാത്തതാണ് നോമ്പ് എന്ന് പറയും. ഇതാണ് നോമ്പ്. എന്താണ്? ശരീരം ചോദിക്കുന്നത് കൊടുക്കാത്തതാണ് നോമ്പെന്ന് പറയുന്നത്. ഇഷ്ടമുള്ളൊരു സാധനത്തോടൊരു നോ പറഞ്ഞിട്ട് 50 ദിവസം ജീവിച്ചിക്കട്ടെ, മനസ്സിന് കുറച്ചുകൂടെ കട്ടി വരും. അല്ല നിസ്സാരമായിട്ട് ഈ ശുശ്രൂഷകളെയൊക്കെ നമ്മൾ തള്ളിക്കളയേണ്ട, അല്ലേ? ശരീരം ചോദിക്കുന്നത് എന്തും കൊടുക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ശരീരം ചോദിക്കുന്നത് കൊടുക്കാത്തതാണ് നോമ്പ്. ശരീരം ചോദിച്ചതൊക്കെ കൊടുക്കുന്ന ഒരു ആഘോഷ കാലഘട്ടത്തിലൂടെ നമ്മുടെ തലമുറ കടന്നു പോവുകയാണ്. ശരീരം ചോദിക്കുന്നതെല്ലാം പരിധികളില്ലാതെ, പരിമിതികളില്ലാതെ ഞങ്ങളിങ്ങനെ ഫ്രീ ബേർഡാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന സമൂഹം കുഴപ്പങ്ങളിലേക്ക് ചെല്ലുക. എവിടെയെങ്കിലുമൊക്കെ അക്കടി പറ്റിക്കഴിയുമ്പോഴാണ് അച്ഛൻ ഇങ്ങോട്ടൊന്ന് വരണേ, മോൻ ഇതിനകത്ത് ചാടി, മോളിതിൽ ചാടി. ഇതുവരെ ആർക്കും ഒരു വിഷയമില്ലായിരുന്നു, അല്ലേ? ചോദിച്ചതെല്ലാം കൊടുത്തു.
അവിടെയാണ് വിഷയം എന്ന് പറയുന്നത്. ചിലയിടത്ത് നോ പറയുവാൻ സാധിക്കാത്തതാണ്. നോമ്പ് പറയുന്നത് അത് തന്നെയാണ്. കൃത്യമായ നോ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ടാകും. മക്കളെന്തിനും കരഞ്ഞെന്നൊക്കെ ഇരിക്കും, പിണങ്ങിയെന്നൊക്കെ ഇരിക്കും. എന്നാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർക്ക് അതാണ് എത്രയോ കുട്ടികൾ മുതിർന്നു കഴിയുമ്പം പറയുന്നത്, അന്ന് അധ്യാപകരെയൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു, എന്നാൽ അധ്യാപകൻ എന്നെ അന്ന് അടിച്ചത്, അന്ന് എന്നെ വഴക്ക് പറഞ്ഞത്, എനിക്ക് അന്നേരം ദേഷ്യം വന്നെങ്കിലും ഇപ്പം മതിരിക്കുന്ന നെല്ലിക്കയാണ് എന്ന് പറയുന്നു. അതങ്ങനെ തന്നെയാണ് ജീവിതം. അന്നേരം മനസ്സിലാകത്തില്ല, കാരണം പ്രായത്തിന് പക്വതയില്ല പിള്ളേർക്ക് ആ സമയത്തിൽ. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ പറയും, ദൈവകൃപയുണ്ടെങ്കിലേ നോമ്പെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് മീൻചാറ് കാണുമ്പം വിശ്വാമിത്രൻ്റെ തപസ് പോലെ ഈ സാധനം ഇങ്ങനെ കിടന്നങ്ങ് ഇളകും, അല്ലേ? ദൈവകൃപയുണ്ടെങ്കിലേ നോമ്പെടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഓർക്കേണ്ട കാര്യമാണ്. ഒരിക്കൽ നമ്മുടെ ഒരു പള്ളിയിൽ രച്ചൻ പറഞ്ഞു, നോമ്പിൻ്റെ പ്രാർത്ഥനയൊക്കെ ക്രമീകരിക്കാം, പക്ഷേ ഞാനൊരു കണ്ടീഷൻ വെക്കുകയാണ്. നോമ്പിൻ്റെ പ്രാർത്ഥന വെക്കുന്ന വീട്ടുകാരെല്ലാം നോമ്പ് നോക്കുന്നവരായിരിക്കണം. നോമ്പ് നോക്കുന്നവരൊക്കെ പ്രാർത്ഥനയ്ക്കും വന്നാൽ മതി. ആരുമില്ലെന്നല്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇതൊക്കെയാണ് വാസ്തവമായിരിക്കുന്ന കാര്യം. എന്താണ് നോമ്പിൻ്റെ അനുഭവത്തോടെ നമ്മൾ ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്? പാപമസ്തികളെ ക്ഷയിപ്പിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. സാത്താൻ ഏതെല്ലാം വിധത്തിലാണ് നമ്മുടെ വീട്ടിലോട്ട് കയറാൻ നോക്കുന്നത്? പകയുടെ രൂപത്തിൽ, വിദ്വേഷത്തിൻ്റെ രൂപത്തിൽ, പിണക്കത്തിൻ്റെ രൂപത്തിൽ സാത്താൻ വഴികൾ തുറക്കുന്ന അനുഭവങ്ങളാണ് കാണുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ചിന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിലരുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത്, ഞാനാണ് നല്ലവൻ. ചിലർക്കങ്ങനെ ഉണ്ട്. ചില പള്ളിയിൽ ചെന്നാൽ പറയും, ഈ പള്ളിയിൽ ഏറ്റവും നല്ലവനാണ്. നല്ലവൻ എന്നുള്ളൊരു പട്ടം കൊടുക്കാൻ ശ്രമിച്ചാൽ 1, 2, 3 എന്നും പറഞ്ഞ് ചിലരൊക്കെ നടക്കുന്നുണ്ട്. തമ്പുരാൻ തരത്തില്ല. പക്ഷേ ഈ ദേശത്തിലെ നല്ലവനാകണം, അതിന് കുഴപ്പമൊന്നുമില്ല, തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാൽ സ്വയം പറഞ്ഞാൽ ആരും നല്ലവനാകത്തില്ല, അല്ലേ? അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കേണ്ടത്. തിരുത്തപ്പെടാത്ത ജീവിതങ്ങളൊക്കെ പലപ്പോഴും അങ്ങനെയാകുന്നു എന്നുള്ളതാണ് സങ്കടമെന്ന് പറയുന്നത്. അവൻ ശരിയായിട്ട് ആ സഹോദരനോ സഹോദരിയോ കുമ്പസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. മുടിയമ്പത്രം തിരിച്ചു വരുമ്പോൾ അവൻ അപ്പനോട് പറയുന്നുണ്ട്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്ന അനുഭവമാണ്. കണ്ണുനീരിനാൽ കഴുകപ്പെടാത്ത ഒരു പാപവും ഇല്ല പ്രിയമുള്ളവരെ. പക്ഷേ അത് യഥാർത്ഥ അനുതാപത്തിൻ്റെ കണ്ണുനീരാകണം. നമുക്കറിയാം, നമ്മുടെ വസ്ത്രത്തിൽ ചെളി പറ്റിയാൽ നമ്മളെന്തോ ചെയ്യും? കഴുകും കൊണ്ടുപോയി, അല്ലേ? കുമ്പസാരത്തിൽ വന്ന് ദൈവത്തോട് നെഞ്ചത്തടിച്ച് പറയുകയാണ്, എൻ്റെ കുറവുകൾ ഇതൊക്കെയാണ്, കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുമെന്നുള്ളതാണ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. അക്കൗണ്ടബിലിറ്റി ഉള്ളവർക്ക് വിശ്വസ്തരാകുവാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ചില ചുമതല സ്ഥാനങ്ങളൊക്കെ വരുമ്പോൾ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ദൈവത്തോടാണ് അക്കൗണ്ടബിലിറ്റി. എല്ലാം കാണുന്ന തമ്പുരാനാണ്. അപ്പോൾ നമ്മുടെ ബോസ് കണ്ടെന്ന് വരത്തില്ല വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ കണ്ടെന്ന് വരത്തില്ല. എന്നാൽ എല്ലാം കാണുന്ന ദൈവത്തിന് മുമ്പാകെ ഇരുന്നു കൊണ്ട് അവിശ്വസത നമ്മൾ കാണിക്കുമ്പോൾ അത് പൊറുക്കപ്പെടാത്ത പാപമാണ് എന്നുള്ളത് നമുക്ക് ഭരിക്കുവാൻ സാധിക്കണം. നമ്മൾ ദൈവത്തോട് എപ്പോഴും വിശ്വസ്തയുള്ളവരായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. അതുകൊണ്ട് ഇവിടെ കുമ്പസാരത്തിനായിട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്വയം പരിശോധന, അല്ലേ? ഒരു കടലാസ് എടുത്ത് വെച്ച് എഴുതണം, എന്നൊക്കെ കുറവാണ് എനിക്കുള്ളത്, അല്ലേ? ഇതുവരെ പറഞ്ഞത് മുഴുവൻ മറ്റുള്ളവൻ്റെ കുറവാണ്. ശനിയാഴ്ച രാത്രിയിൽ ഒരു പേപ്പർ എടുത്ത് വെച്ച് എഴുതിക്കണം, കുമ്പസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്നൊക്കെ പോരായ്മകളുണ്ടായിരുന്നു. വ്യക്തമായിട്ട് എഴുതണം. ദൈവസന്നിധിയിൽ അത് നമുക്ക് അനുദപിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപം നമുക്കുണ്ടാകണം. ഇനി പാപം മേലിൽ ആവർത്തിക്കില്ല എന്നൊരു തീരുമാനത്തെ എടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിട്ട് തീരണം. ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചിട്ടുള്ളവർ ചിലരെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്നുള്ള എൻ്റെ വിചാരം. കുമ്പസാരമാണ് ഗാന്ധിജിയുടെ ആത്മകഥ. ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല, ഉള്ളതുപോലെ തെറ്റുകൾ മുഴുവൻ എഴുതുന്നത്. ലോകങ്ങളുടെ ഏറ്റവും വലിയ പ്രശസ്തനായിരുന്നു, വെട്ടിക്കളയായിരുന്നു, സെൻസറി ആയിരുന്നു. പ്രശസ്തരായ വ്യക്തികളുടെ ആത്മകഥകളൊക്കെ തന്നെ കുമ്പസാരമാണ്. സെൻറ്റ് അഗസ്റ്റിനെ കുറിച്ച് നമുക്കറിയാം. കൺഫഷൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. അമ്മ മോണിക്ക കടന്ന് നെഞ്ചത്തടിച്ചിട്ടുണ്ട് വർഷങ്ങൾ. തല്ലിപ്പൊളിയായിരുന്നു നമ്മുടെ ഭാഷയെ പറഞ്ഞു. എന്നാൽ വിശുദ്ധനായി പ്രിയമുള്ളവരെ. ഇതാണ് നോമ്പ് എന്ന് പറയുന്നത്. വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ചില VIP-കളുണ്ട്. അവരുടെ ജീവിതം പച്ചയായിട്ടാണ് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. വേണം വെട്ടായിരുന്നു, സെൻസറി ആയിരുന്നു, അല്ലേ? ദാവീദായാലും ശലോമോനായാലും. അതാണ് വേദപുസ്തകത്തിൻ്റെ സത്യവേദപുസ്തകം എന്ന് പറയുന്നത്. ഉള്ളതുപോലെ എഴുതിയിരിക്കുകയാണ്. കാരണം മാതൃകയാക്കാൻ വേണ്ടിയല്ല. വലിയ വലിയ പുള്ളികൾ വീണുപോയ ലോകമാണ്. നമ്മുടെ ജീവിതം തിരുത്തപ്പെടണമെന്നുള്ളതാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. പോപ്പ് കോടിക്കണക്കിന് അംഗങ്ങളുള്ള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പോപ്പ് വിളിച്ചു പറഞ്ഞു, ലാറ്റിൻ ഭാഷയിലാണ്, മിയാ കുൾപ്പ, എൻ്റെ തെറ്റ്. കഴിഞ്ഞ നാളുകളിൽ കത്തോലിക്ക സഭ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ലോകത്തോട് മാപ്പ് പറയുന്ന വിനയത്തിൻ്റെ ഭാവത്തിൽ നിൽക്കുന്ന പോപ്പിനെയാണ് നമ്മൾ അവിടെ കണ്ടത്. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾക്ക് എന്നോ മാപ്പ് നമ്മൾ പറഞ്ഞു. ഇപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ശരി, ഞാൻ മാത്രമേ ഉള്ളൂ പൂർണ്ണത.
ആരാധന കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ മാത്രമേ മാലാഖയായിട്ട് ഇറങ്ങിപ്പോകുന്നുള്ളൂ, അല്ലേ? പിശാചാണെന്നാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വയം കാണാതെ പോയ രാജാവിൻ്റെ കഥ പോലെയാണ്. നഗ്നൻ എന്ന് വിളിച്ചു പറയാൻ എല്ലാവരും പേടിച്ചപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് മാത്രമാണ് പറയുന്നത്. കൊണ്ട് വളരെ ശ്രേഷ്ഠതയോടെ ജീവിച്ച ആളുകൾ. ഭാരതീയ ചിന്തയിൽ നമുക്കറിയാം, ഉറുമ്പിനെ പോലും നോവിക്കാതെ ചവിട്ടാതെ നടക്കുന്ന ആളുകളുണ്ട്, അല്ലേ? അത്രയ്ക്ക് ശ്രദ്ധയോടെ അവരൊക്കെ ജീവിക്കുന്നത്, അല്ലേ? ക്രിസ്ത്യാനിക്ക് എന്തോ ശ്രദ്ധയാണ് ജീവിതത്തിൽ ഈ നാളുകൾ, അല്ലേ? അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ ഒരു ചെറിയ കൂട്ടം ഈ നാളുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലായിടത്തും ചില ഏറ്റുപറച്ചിലുകൾ വരുമ്പോഴാണ് എല്ലാം അനുഗ്രഹമായിട്ട് തീരുന്നത്. ചിലർ ഏറ്റുപറച്ചിലുകൾക്കൊക്കെ നല്ല കുമ്പസാര സ്വഭാവമുണ്ട്. ചിലർ കത്തുകൾ വായിക്കുമ്പോൾ, ചിലർ ഡയറി കുറിപ്പുകൾ വായിക്കുമ്പോൾ, ചിലരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ചില നല്ല സിനിമകൾ കാണുമ്പോൾ ഒരു കുമ്പസാര അനുഭവമാണ് നമുക്ക് വായിച്ചെടുക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അതുകൊണ്ട് ഏറ്റു പറയുന്നത് കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്, കൂടുതൽ പ്രകാശമുള്ളവരായി തീരുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കുറവുകളെ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നത്. ഈ നാളുകളിൽ നമുക്ക് ഏറ്റുപറയുവാൻ കഴിയുന്നുണ്ടോ? ഏറ്റുപറയുമ്പോഴുള്ള ഗുണം എന്നാ? ഏറ്റുപറയുമ്പോൾ നമ്മുടെ ആന്തരികമായ മുറിവുകൾക്ക്, മനസ്സിലെ മുറിവുകൾക്കും പരിക്കുകൾക്കും ഒക്കെ സൗഖ്യം ലഭിക്കും. കുറവുകളെ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം നല്ലതായിട്ട് വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കുറവുകളെ ഏറ്റുപറയുമ്പോൾ ദർ ഈസ് എ ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി, ഒരു സുരക്ഷിതത്വ ബോധമാണ്. ഇതുവരെ നമുക്ക് അങ്ങനെയല്ലായിരുന്നു. കുറ്റങ്ങളെ ഏറ്റുപറയുമ്പോൾ നമ്മുടെ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്, അർത്ഥമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ ഏറ്റുപറയുവാൻ നമുക്ക് സാധ്യമായി തീരുന്നത്. നമ്മുടെ മനസ്സിൻ്റെ വലിയ ഭാരങ്ങളെ ഒന്ന് ഇറക്കി വെക്കാം. ഏറ്റവും കൂടുതൽ ഞാൻ പറയും, ഭാരം കൂട്ടുവാൻ സാധിക്കുന്നത് മനസ്സിനാണ്. ടൺ കണക്കിന് കയറ്റി വെക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വന്നിരിക്കുന്നത്, അല്ലേ? നമ്മൾ ലോറിയിലൊക്കെ ടൺ കണക്കിന്, കപ്പലിലൊക്കെ കയറ്റുന്നത് കണ്ടിട്ടുള്ളൂ വലിയ ഭാരങ്ങൾ, അല്ലേ? എന്നാൽ ചിലരങ്ങനെയല്ല, വലിയ ഹ്യൂജ് എമൗണ്ട്, വലിയ ടൺ കണക്കിന് ഭാരവും ചുമന്നാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. അതിനും പറയുന്നുണ്ട്, സകല ചിന്താകുലവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ ആണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് തന്നെ പറയുന്നത്. റോമാലേഖനം 3:10 നമ്മൾ വായിക്കുന്നുണ്ട്, കാണാതറിയാം, അല്ലേ? എന്താ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, അല്ലേ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്നാണ് പറയുന്നത്. കയ്യിലിരിപ്പ് അങ്ങനെയാണോ മനുഷ്യൻ്റെ? 1 യോഹന്നാൻ 1:8-9 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാവോ? 1 യോഹന്നാൻ 1:8-9. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. തുറന്ന് വായിക്കാം. നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം മതിയായ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏറ്റുപറയുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ കൂടുതൽ വിനയപ്പെടുവാൻ സാധ്യമായി തീരും. ഏറ്റുപറയുമ്പോൾ ചേർത്ത് പിടിക്കുന്നൊരു ദൈവമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് കുറവുകളെ ഏറ്റുപറയുമ്പോൾ ഒരു വെന്റിലേഷൻ്റെ അനുഭവം, അല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ വെന്റിലേഷനുണ്ട്, അല്ലേ? എന്താണ് അതിൻ്റെ ധർമ്മം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരാശ്വാസമാണ്, ചെറിയ കാറ്റൊക്കെ ഇങ്ങോട്ട് കയറി വരും, അല്ലേ? കുമ്പസാരത്തിൽ നമ്മുടെ കുറവുകളെ നമ്മൾ ഏറ്റുപറയുമ്പോൾ ഒരു വെന്റിലേഷൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് അനേക ആളുകൾ ഈ ലോകത്ത് അവരുടെ അധികാരത്തിലൊക്കെ അഹങ്കാരത്തിൽ ജീവിച്ചു. മണ്ണും മണ്ണിനു മീതെ ഉള്ളതെല്ലാം രാജാവിനാണെന്ന് ചിന്തിച്ച് ദാവീദ് പാപം ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 51-ാം സങ്കീർത്തനം ദാവീദിൻ്റെ കുമ്പസാര പ്രാർത്ഥനയാണ്. ദാവീദ് തപ്പുമീട്ടി എഴുതിയതല്ല, ഏങ്ങലടിച്ച് ആ ഏങ്ങലടിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. സഭയുടെ പ്രധാനപ്പെട്ട ആരാധന ശുശ്രൂഷകളെല്ലാം വായിക്കുന്നൊരു സങ്കീർത്തനമാണല്ലോ 51-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. കുമ്പസാരം അതുകൊണ്ട് പുതിയ സാധ്യതകളെ ജീവിതത്തിലേക്ക് തുറന്നിടുകയാണ്. എല്ലാം തീർന്നെന്ന് വിചാരിച്ചതാണ്. എന്നാൽ കുമ്പസാരിച്ച് അനുദപിച്ച് കഴിയുമ്പോൾ ദൈവം ക്ലീൻ സ്ലേറ്റ് നമുക്ക് തരികയാണ്. നമ്മൾ വീണ്ടും പുതുതായി തുടങ്ങുവാൻ തക്കമുള്ള അവസരം നമുക്ക് സാധിക്കുന്നു. ഇവിടെ പാപം ഏറ്റു പറയണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അഭിമുഖീകരിക്കണം. എന്നതാണ് പ്രശ്നം. പലർക്കും അവരെ തന്നെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നത്. യേശു എന്ന പ്രകാശത്തിന് മുമ്പിൽ നമ്മളെ ഒന്ന് വിലയിരുത്തപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. കാരണം സകലവും നഗ്നവും മലർന്നും ദൈവമുൻപാകെ നിൽക്കുകയാണ്. അതുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പാകെ മറച്ചു വെക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഏറ്റുപറയുവാൻ തക്കവണ്ണം സാധിക്കും. സക്കായുടെ ഏറ്റുപറച്ചില്ല കുടുംബത്തിന് എന്തോ കിട്ടി? രക്ഷ കിട്ടി. സക്കായി സകലവും മടങ്ങുകളായി കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഭവനത്തിന് എന്നോ കിട്ടി?
രക്ഷയുടെ അനുഭവത്തെ കിട്ടി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പാപം വന്നു കഴിയുമ്പോൾ ചിലർ തലകുനിച്ചങ്ങ് മാറിപ്പോവുകയാണ്. ചിലർ വഴുതി മാറുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത്. ചിലർ മുഖം തരാത്ത അനുഭവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യർക്കൊക്കെ പല പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പ്രിയമുള്ളവരെ. പ്രയാസങ്ങളൊക്കെ വന്നു വരുമ്പോൾ ആളുകളെ അഭിമുഖീകരിക്കുവാൻ സാധിക്കാതെ പലരും അങ്ങ് വഴുതി മാറിപ്പോകും, അല്ലേ? ഒന്ന് ജീവിതത്തിൽ ബലപ്പെടുവാൻ തക്കവണ്ണം സാധിക്കാതെ പോകുന്ന അനേക അനുഭവങ്ങളെ നമുക്ക് ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. സോ കുമ്പസാരം, കൺഫെഷൻ, ഇറ്റ് ഈസ് എ സാക്രമെൻ്റ് ഓഫ് റെക്കൺസിലിയേഷൻ. ഇത് അനുരഞ്ജനത്തിൻ്റെ ഒരു കൂതാശയാണ്. പഴയതെല്ലാം വിട്ട് പുതിയ ജീവിതം തുടങ്ങുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൊന്ന് ക്ഷമിക്കുവാൻ ഈ നാളുകളിൽ സാധിക്കുന്നുണ്ടോ? മാപ്പ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? മാപ്പ് കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റുപറയാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് പല ഉടമ്പടികളും ദൈവിക ഉടമ്പടികളും തകർത്തിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടെ കുമ്പസാരം എങ്ങനെ നിൽക്കുന്നു? ഉഴപ്പ് കുമ്പസാരം. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. ഹൃദയത്തിൽ തട്ടാത്ത, അനുതാപത്തിൻ്റെ കണ്ണുനീരില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത കപട കുമ്പസാരങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്നൊരു കാലഘട്ടം. ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്. ഉഴപ്പ് കുമ്പസാരങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്നൊരു കാലഘട്ടത്തിൽ ഹൃദയത്തിൽ തട്ടാതെ ചൊല്ലുന്ന കുമ്പസാര പ്രാർത്ഥനകളിൽ അനുതാപത്തിൻ്റെ കണ്ണുനീര് വീഴാതെ നമ്മൾ ചൊല്ലും. ഞാൻ പറയും, ഈ കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന എല്ലാ പള്ളികളും ചൊല്ലുമ്പോൾ അച്ഛനോടൊപ്പം നല്ല ശബ്ദത്തിലാണ് ജനം അത് ചൊല്ലും. ഇവിടെ 3-4 പേരുടെ ശബ്ദമേ കേൾക്കത്തുള്ളൂ. ബാക്കിയുള്ളവർ പറയുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. ഹൃദയത്തിൽ പറഞ്ഞാൽ പോരാ, ഇത് ഹൃദയത്തിൽ തട്ടി ദൈവത്തോട് അലറി നിലവിളിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിന് വേണ്ടി അത് നമുക്കില്ലാതെ പോകുന്നു എന്നുള്ളത് ഈ കുദാശകളെ നമ്മൾ നിസ്സാരമായിട്ട് കാണുവാൻ ഇടയാകരുത് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ കുമ്പസാരം എന്ന കുദാശ സഭയ്ക്ക് ദൈവം നൽകിയ വലിയ നിധിയാണ്. നമുക്കിതിൻ്റെ ഒന്നും ഗൗരവം അറിയത്തില്ല. അതുകൊണ്ടാണല്ലോ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ നമുക്കൊരവസരം ദൈവം. അല്ലെങ്കിൽ എല്ലാവരും ഈ നമ്മൾ പറയുന്നത് ടെൻഷൻ അടിച്ചടിച്ചടിച്ച് എപ്പോഴേ തട്ടിപ്പോയാനേ, അല്ലേ? ഒരാശ്വാസം കിട്ടുന്നത് കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും വൈദികൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ട് കുറവുകളെ ക്ഷമിച്ചു എന്ന് ഏറ്റുപറയുന്ന അനുഭവത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ചിലർ കുമ്പസാരിക്കാത്തതും കുർബാന കൊള്ളാത്തതും? എല്ലാവരും അങ്ങനെയാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒന്ന് അജ്ഞതയാണ്. ഈ വലിയ നിധി എന്താണ് എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. ഇതെന്താണെന്നുള്ളൊരു വ്യക്തത അവർക്കില്ലാതെ പോകുന്നു ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം. കുമ്പസാരത്തിൻ്റെ ക്ലാസ്സൊക്കെ കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാനിക്കാൻ എടുക്കുന്ന അതിനൊരു ഭാഗമാണ്. ഇതൊന്നും നിങ്ങൾ പലരും കേട്ടിട്ടില്ല. നമ്മളൊക്കെ അല്ലാതെ പോയി കുർബാന കൊണ്ടിട്ടുള്ള ആളുകളാണ് ആദ്യമായിട്ട്. 2 അഹങ്കാരമാണല്ലേ. എന്ത് ചെയ്താലും എനിക്ക് ഒന്നും പ്രശ്നം, മനസ്സാക്ഷി കുത്തില്ല ജീവിക്കുന്നു. 4-5 പേരെ തട്ടിയിട്ടും എല്ലാ ക്രിമിനൽ പരിപാടിയും കാണിച്ചിട്ടും യാതൊരുവിധമായ മനസ്സാക്ഷി കുത്തുമില്ല, ദൈവിക ബോധമില്ലാതെ അഹങ്കാരത്തോടെ ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എളിമയുണ്ടെങ്കിൽ മാത്രമേ ദൈവകൃപ ലഭിക്കുകയുള്ളൂ. 3 ന്യായീകരണമാണ്. ചിലരങ്ങനെ കുർബാനയൊന്നും കൊള്ളത്തില്ല, എന്നിട്ട് പറയും ബിഷപ്പ് ഇങ്ങനെയാണ്, അച്ഛൻ അങ്ങനെയാണ്, അൽമായൻ ഇങ്ങനെയാണ്. നമ്മൾ ക്രിസ്തുവിനെയാണ് നോക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ 100% പൂർണ്ണത ദൈവത്തിന് മാത്രമേ ഉള്ളൂ. റോമാലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം നമ്മൾ വായിച്ചു. എന്താ വായിച്ചത്? എന്നാ വായിച്ചത്? നീതിമാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവകാശപ്പെടുവാൻ തക്കവണ്ണം എന്താണ് സാധിക്കുന്നത്? ദീർഘനാളുകളായിട്ട് കുർബാന സ്വീകരിക്കാത്ത അനുഭവം. ന്യായീകരണം പറയാനാണ് ചുമ്മാ ന്യായീകരണം പറഞ്ഞ നടക്കാം. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ വചനം കേൾക്കുവാൻ താല്പര്യമില്ല. കാരണം എന്നാ, നന്നായി വചനം കേട്ടിനി നന്നായി പോയാൽ പാപത്തിൻ്റെ വഴികളുള്ള യാത്ര നിർത്തേണ്ടി വരും. ചിലർക്ക് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം നോമ്പ് പ്രാർത്ഥന നടന്നിട്ട് സമയം ഉണ്ടായിട്ടും ഇവിടെ എല്ലാ ആളുകളും നമ്മുടെ എവിടെയൊക്കെ നിൽപ്പുണ്ട്, അല്ലേ? എന്നിട്ട് പറയും, എന്താ പറയും, അച്ഛൻ ശരിയല്ല, അൽമായ ശുശ്രൂഷൻ ശരിയല്ല, ട്രസ്റ്റിയും ശരിയല്ല, ബാക്കി ആരും ശരിയല്ല, ഞാൻ മാത്രം ശരിയാണ്, അതുകൊണ്ട് ഞാൻ റോഡ് സൈഡിൽ ഇങ്ങനെ ശരിയായ ഞാൻ അവിടെ നിൽക്കുകയാണ്, അല്ലേ? നമുക്കിങ്ങനെ ന്യായീകരണവും കുറ്റവും പറയാൻ സാധിച്ചു പോകുന്നത് ദൈവം ആരാണ് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ബോധ്യമായിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്. മറ്റൊന്ന്, ആചാരപരമായി കുമ്പസരിക്കുക, കുർബാന കൊള്ളുക, അല്ലേ? അങ്ങനെയല്ല ഒരു ദൈവ പൈതൽ. വെഡ്ഡിങ് വരുമ്പോൾ കുർബാന കൊണ്ടോ അതിന് കുഴപ്പമൊന്നുമില്ല. ബർത്ത്ഡേക്ക് മാത്രമായിട്ട് ആചാരപരമായിട്ട് കുർബാന കൊണ്ട് കുമ്പസാരിക്കുകയല്ല. ശരിക്കും മാർത്തോമാ സഭയുടെ ഒരു നിയമം അനുസരിച്ച് വർഷത്തിൽ ഒരു കുർബാനയെങ്കിലും കൊള്ളാത്ത ആളുകൾ ഇടവസംഘാംഗത്തെ ലിസ്റ്റിൽ പേരിടാൻ പാടില്ല. അച്ഛന്മാർ പിന്നെ ചിലപ്പോൾ കണ്ണടയ്ക്കുന്നതുകൊണ്ടാണ് പലരുടെയും പേരിവിടെ കിടക്കുന്നത്. വഴക്കുണ്ടാക്കിയിട്ടൊരു കാര്യമല്ല, സഭയ്ക്കുള്ള നിയമമാണ്. ഓർത്തഡോക്സ് സഭയിലാണെങ്കിൽ അവരുടെ പൊതുയോഗത്തിലിരിക്കണമെങ്കിൽ അവർക്കൊന്ന് പോയി കുമ്പസാരിച്ച്, അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ച് കുർബാന കൊണ്ടാൽ അച്ഛൻ പേരെഴുതണം. എന്നാൽ മാത്രമേ പൊതുയോഗത്തിൽ ഇരിക്കാനുള്ള അവകാശമുള്ളൂ.
നമുക്കൊരു പരിപാടിയല്ല, നമ്മളിങ്ങനെ വന്നങ്ങ് നിൽക്കുകയാണ്. ജനാധിപത്യ സഭയാണ് എന്ന് പറഞ്ഞ് എന്തോ നേരും നിറയുമാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ ഭരിക്കുന്നത്. ഒരു മാതൃകയുമില്ലാതെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സങ്കടമെന്ന് പറയുന്നത്. മറ്റൊന്ന് കപടകുമ്പസാരം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു സത്യസന്ധതയുമില്ല, വിളിച്ചു പറയുന്നേ ഉള്ളൂ, ഹൃദയത്തിൽ തട്ടുന്നില്ല. വചനം പറയുന്നുണ്ട്, പാപങ്ങളെ മറച്ചു വെക്കുന്നവന് ബാക്കി എന്തുവാ? ശുഭം വരികയില്ല. ഇതൊക്കെ ശ്രദ്ധിച്ച് വായിക്കണം വീട്ടിൽ പോയി. ഇതൊക്കെ വളരെ ലാഘവത്തോടെ വെള്ളം ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളല്ല. പാപങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരുത്തില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവിടെ നുറുങ്ങിയ ഹൃദയവും ഉരുങ്ങിയ മനസ്സും കർത്താവ് നിരസിക്കത്തില്ല. പ്രിയമുള്ളവരെ, MT വാസുദേവൻ നായർ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമെങ്കിലും ജീവിതത്തിൽ വായിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. 80 വയസ്സ് കഴിഞ്ഞ് കാണും ചിലർക്കൊക്കെ ചിലപ്പോൾ. അദ്ദേഹം അവസാനം എഴുതിയൊരു നോവലുണ്ട് വാരണസി. വാരണസിയിലെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, നമ്മുടെ അമ്പലങ്ങളിൽ കുമ്പസാരിക്കുവാൻ ഒരു ക്രമീകരണമില്ലാതെ പോയത് ഒരു പോരായ്മയാണ്. ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ കുമ്പസാരത്തിന് ഒരവസരമുണ്ട്. കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തീയ സഭയ്ക്ക് ദൈവം നൽകിയ നിധിയാണ് കുമ്പസാരം. കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി നമ്മുടെ കുറവുകളെ ഏറ്റുപറയുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്ന ഏറ്റവും അത്ഭുതമേറിയ നിമിഷമാണ് കുമ്പസാരത്തിൻ്റെ സമയം. പുഴു ചിത്രശലഭമാകുന്ന അനുഭവമാണ്, പാപി വിശുദ്ധനാകുന്ന അനുഭവമാണ്, ഭാരങ്ങൾ മാറിപ്പോകുന്ന, രോഗത്തിന് സൗഖ്യം ലഭിക്കുന്ന, അഭിഷേകം വരുന്ന നിമിഷങ്ങളാണ് കുമ്പസാരത്തിൻ്റെ നിമിഷങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചതും പുറത്തതും ഒക്കെ കർത്താവിൽ. ചിലരോടൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ക്ഷമിക്കത്തില്ല, ഞാൻ പൊറുക്കത്തില്ല, ഞാൻ മിണ്ടത്തില്ല, എന്നോട് അങ്ങനെ ചെയ്തേ. നിങ്ങൾ പുറത്തതും ക്ഷമിച്ചതും ഒക്കെ കർത്താവിലാണ്. കാരണം നിങ്ങളോട് ദൈവം കരുണ കാണിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ ഭൂമിയുടെ മേളിൽ ആയുസ്സോടിരിക്കുന്നത്. ഒരു ക്യാൻസർ വന്നാൽ തകർന്നു പോകാവുന്ന അനുഭവമുള്ളൂ. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലൊരു വലിയ അപകടം നടന്ന ഒരു വലിയ ദുഃഖകരമായ അനുഭവം. എൻ്റെ ഒരു സുഹൃത്തു കൂടെയാണ്, റാന്നി നിലയ്ക്കൽ ഭദ്രാസന കൗൺസിൽ അംഗമായിരിക്കുന്ന ഒരു വ്യക്തിയുടെ സഹോദരിയുടെ മകൻ വീട്ടിൽ അമ്മച്ചിക്ക് മരുന്ന് മേടിക്കാൻ പോയ വഴിക്ക് റോഡ് പണി നടക്കുകയാണ്. ടിപ്പറിൻ്റെ ബക്കറ്റ് അടിച്ച് 21 വയസ്സുള്ള കുഞ്ഞാണ്. എൻ്റെ ശവടക്കാരൻ, നല്ലൊരു പൈതല, ആർക്കൊരു മോശം പറയാനില്ല കുഞ്ഞിനെക്കുറിച്ച്. നമുക്കൊക്കെ എന്തുവാണോ ഉള്ളത് അല്ലേ? കുറവുകളുടെ മധ്യത്തിൽ, പോരായ്മകളുടെ മധ്യത്തിൽ, പരിമിതിയുടെ മധ്യത്തിൽ ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും പാപം ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തോട് പ്രാർത്ഥിക്കണം. പാപം വീണ്ടും ചെയ്യരുത്, അതാണ് വേണ്ട. വീണ്ടും അത് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പള്ളിയിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് പിശാചാണ്. പ്രിയമുള്ളവരെ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സഭയെ നിസ്സാരമായിട്ട് കാണുവാനുള്ള ഒരു ചിന്ത പോലും കൊണ്ടുവരുന്നത് പിശാചാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ചില പറയും, എന്നാ പള്ളി, എന്നോ യുനസയ്ക്കും, എന്നോ സേവിയാ സംഘം, എന്തോ അച്ഛൻ, എല്ലാത്തിനോടും ഒരു പരിഹാസമായിരിക്കുന്ന അനുഭവമാണ്. ഞാൻ പറയും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്നതാണ്, പള്ളിക്ക് വെളിയിലിരുന്ന് വർത്തമാനം പറയുവാൻ പ്രേരണ നൽകുന്ന പിശാചാണ്. ആരാധന നടക്കുമ്പോൾ വാട്സപ്പിൽ കളിക്കുവാനുള്ള പ്രേരണ നൽകുന്നത് പിശാചാണ്. ആരാധന സമയത്ത് നമ്മുടെ കയ്യിൽ ഫോൺ എടുക്കുവാനുള്ള പ്രേരണ തരുന്നത് പിശാചാണ്. യാതൊരു സംശയമില്ല. ഇത് വലിയൊരു പിശാചിൻ്റെ വലിയൊരു കുഴപ്പം. ഒത്തിരി നന്മകളുള്ള സാധനമാണെങ്കിൽ പോലും ഇത് നമ്മുടെ കയ്യിൽ എടുപ്പിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ കളയുന്നത് ഇത് പിശാചിൻ്റെ പ്രവർത്തനം തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഇത് നിയന്ത്രിക്കുവാൻ നമ്മൾ പഠിച്ചില്ല എങ്കിൽ അറിയാതെ പോകും. നമുക്കെല്ലാം ഒരു വിഷയമല്ലേ, ഈ കൈ ഇങ്ങനെ അങ്ങ് നീണ്ടുപോകും. ഞാൻ പറയും, ഈ പ്രാർത്ഥനയ്ക്കൊക്കെ വരുമ്പോൾ 1 മണിക്കൂറത്തെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഫോണും കൊണ്ട് വന്നിരിക്കും. അത് സേവ്യാസംഘമായാലും ഉപവാസ പ്രാർത്ഥനയായി. പിള്ളേർക്കറിയാം, എന്നിട്ടും വിളിക്കുക. എന്നാ പറയാനാ? ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും നടന്നുകൊണ്ടിരിക്കുക. വിളിക്കാൻ രാവിലത്തെ ദോശയ്ക്ക് ചമ്മന്തിയായിരുന്നു എന്ന് ചോദിക്കാനാണ് ഉപവാസ പ്രാർത്ഥന ഇടയ്ക്ക് വിളി. ഇത് എടുത്തുകൊണ്ട് ഓടുക അമ്മച്ചി അങ്ങോട്ട്. എന്നോ ഗൗരവം നമുക്കിതിനൊക്കെ ഉള്ളതല്ലേ. അച്ഛൻ എത്ര പറഞ്ഞാലും നമുക്കൊരു പുച്ഛമാണ് അല്ലേ. ആരാധനയുടെ സമയത്ത് ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്ത് നമ്മൾ ആരാധിക്കണം. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി മുൻഗണനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഇവിടെ ദൈവത്തിന് എത്ര സ്ഥാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ, എത്ര സ്ഥാനമുണ്ട്. ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് തട്ടിയൊന്ന്, ഞാൻ പുറമെ ആരെയും കൊണ്ടും പറയിപ്പിക്കുകയല്ല, നമുക്ക് ഉള്ളിൽ പറഞ്ഞാൽ മതി, എത്ര സ്ഥാനമാണ് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്നത്. പാവം ചെയ്ത് മനുഷ്യ സമൂഹം ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ശുദ്ധീകരണം വേണം. കോഴി കൂവിയപ്പോൾ പത്രോസ് പൊട്ടിക്കരഞ്ഞു. എന്തിനാ കരഞ്ഞത്? എൻ്റെ നാഥനും കർത്താവുമായ യേശു കർത്താവിനെ വേദനിപ്പിച്ചതിനാണ്. പാപബോധം കൊണ്ട് പത്രോസ് കരയുന്നു എന്നുള്ളത് നമ്മൾ വായിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുമ്പസാര പ്രാർത്ഥന വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റുചൊല്ലും. 2 കുമ്പസാര പ്രാർത്ഥനകളുണ്ട് നമ്മുടെ ക്രിസ്തീകരണത്തിൽ. ആദ്യത്തേതാണ് സാധാരണ നമ്മൾ ചൊല്ലുന്നത്. രണ്ടാമത്തെ സുന്ദരമായ പ്രാർത്ഥനയാണ്. അത് ചിലപ്പോൾ വളരെ ചുരുക്കമായിട്ടാണ് നമ്മൾ ചൊല്ലുന്നത്. അതിൻ്റെ ചില വേർഡിങ്സ്, അതിൻ്റെ ചില വാചകങ്ങൾ ഇങ്ങനെയാണ്:
മനുഷ്യരുടെ അന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണത്തിൽ ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, എൻ്റെ ഹൃദയ കൈകളെ നിങ്കലേക്ക് നീട്ടി എൻ്റെ സകല ലംഘനങ്ങളുടെയും മോചനം നിന്നോട് യാചിച്ചുകൊള്ളുന്നു. ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെയും വെറുത്ത കാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ എൻ്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ നാളുകളിൽ നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് ചില നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ദൈവം തന്നിരിക്കുക. ഞാൻ ചില നിർദ്ദേശങ്ങൾ മാത്രം പറഞ്ഞ് എൻ്റെ ധ്യാന പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഇടവകയിൽ ഇതുവരെയും പോയിട്ടില്ലാത്ത 2 ഭവനങ്ങൾ ഈ നോമ്പിൻ്റെ നാളുകളിൽ സന്ദർശിക്കണം. പറ്റുമോ? 50 വർഷം ഇടവകയിൽ ജീവിച്ചിട്ടും ഒരാളുടെ പേര് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതുവരെയും പോയിട്ടില്ലാത്ത 2 ഭവനങ്ങൾ ഈ നോമ്പിൻ്റെ നാളുകളിലൊന്ന് സന്ദർശിക്കാൻ പറ്റുമോ? ഇടവയിലോ ദേശത്തോ രോഗികളായ 2 പേരെ ഒന്ന് പോയി കാണാൻ നമുക്ക് പറ്റുമോ? ഒരു അക്രൈസ്തവൻ്റെ ഭവനം സന്ദർശിച്ച് നമ്മുടെ ഒരു സന്തോഷം, നമ്മളുണ്ടാക്കുന്ന നല്ലൊരു ഭക്ഷണമായിരിക്കാം, നമുക്കൊന്ന് കൊണ്ട് പങ്കുവെക്കാൻ പറ്റുമോ? ഹോസ്പിറ്റൽ സന്ദർശിച്ച് ചില രോഗികൾക്ക് വേണ്ടിയൊക്കെ നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കുമോ? വാർദ്ധക്യത്തിലും ക്ഷീണത്തിലും ഇരിക്കുന്നവരോടൊപ്പം ഒരു 15 മിനിറ്റ് സമയമെങ്കിലും നമുക്ക് ചെലവഴിക്കാൻ പറ്റുമോ? ഗ്രൂപ്പ് പ്രാർത്ഥനകളിലും സംഘടനകളുടെ പ്രാർത്ഥനകളിലും സ്ഥിരമായി പങ്കെടുക്കുമെന്നൊരു തീരുമാനം നമുക്കെടുക്കാൻ സാധിക്കും. ഭവനത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നല്ലതും പുതിയതുമായൊരു വസ്ത്രം ഇല്ലാത്ത ഒരാൾക്ക് ഈ നോമ്പ് കാലത്ത് കൊടുക്കാൻ പറ്റുമോ? ഒരു തണലിൻ്റെ മരമെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ദുശീലങ്ങളിൽ പോകുന്ന അനുഭവമായിരിക്കാം. ഒന്ന് ഉപേക്ഷിക്കാൻ സാധിച്ചാൽ കുടുംബം അനുഗ്രഹിക്കപ്പെടും, ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ പരിദൂഷണം പറയുന്ന പരിപാടി ഒന്ന് ഇനിയിപ്പോൾ വേണ്ട എന്ന് വെക്കാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ പരിസരം ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ ഏറ്റവും സന്തോഷമാണ്. സഭയും സഭാ നേതൃത്വത്തെയും ബഹുമാനിക്കാൻ തലമുറകളെ നമ്മൾ പഠിപ്പിക്കണം. പോരായ്മകൾ ഉണ്ടാകാം അവർക്ക്, എന്നാൽ അവർക്ക് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും ഒക്കെ കൊടുക്കാൻ. ഇന്നിപ്പം വൈദികരോട് തന്നെ ആദരവാണ് അല്ലേ, മേലധ്യക്ഷന്മാരോട് തന്നെ ആദരവാണ് സമൂഹത്തെ കാണിക്കുന്നത് അല്ലേ. അവർക്കൊക്കെ പോരായ്മകൾ ഉണ്ടായിരിക്കാം, എന്നാൽ ഇവരൊക്കെ ദൈവിക പുരുഷന്മാരെന്നൊരു ചിന്തയോടുകൂടെ പെരുമാറുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട സഹായത്തിന് നമ്മൾ തടസ്സം നിൽക്കരുത്. നമ്മൾ പറയും ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യരുത്. ചിലർക്ക് ചില സഹായങ്ങൾ കിട്ടുന്നതായിരിക്കാം, നമ്മളായിട്ട് അതിന് തടസ്സം നിൽക്കേണ്ട. അവഗണിക്കപ്പെട്ട പല ആളുകൾ കാണും, അവരെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകാം, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. നമുക്ക് പറ്റും. അങ്ങനെയൊക്കെ അധ്യാപകരൊക്കെ ഇടപെട്ടിട്ടാണ് എത്രയോ കുഞ്ഞുങ്ങൾ വലിയ വലിയ ആളുകളായി തീർന്നത്. എത്രയോ കഥകൾ നമുക്കറിയാം അല്ലേ. ഇടവകയെ ഓർത്ത്, ഇടവ പട്ടക്കാരനെ ഓർത്ത്, ശുശ്രൂഷകനെ ഓർത്ത്, ചുമതലക്കാരെ ഓർത്ത്, കൈസാന സമിതിയെ ഓർത്ത്, സംഘടനകളുടെ ചുമതലക്കാരെ ഓർത്ത് മനഃപൂർവ്വമായി പ്രാർത്ഥിക്കണം. വെറുതെ പറയാം. ഞാൻ പറയും, കൈസാന സമിതി എന്നൊക്കെ പറഞ്ഞാൽ 2-3 മാസത്തിനിടയ്ക്ക് കൂടാനുള്ളതല്ല. മാസത്തിൽ ഒരിക്കലും കൂടിയൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്താനെങ്കിലും കൈസാന സമിതിക്ക് സാധിച്ചാൽ നല്ല കാര്യം. എത്രത്തോളം പ്രായോഗികമാണെന്ന് നിങ്ങളൊക്കെ പറയും. അതിനൊക്കെയാണ് നമ്മുടെ നിയോഗം. നമ്മൾ വിചാരിക്കുന്ന കണക്ക് റിപ്പോർട്ടും വായിച്ച് പാസ്സാക്കാൻ പറ്റി. കൈസാന സമിതി എന്ന് പറഞ്ഞാൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന സമിതിയാണ്, അതിന് യാതൊരു സംശയമില്ല. അതിൻ്റെ ഗൗരവം അറിയാത്തതുകൊണ്ടാണ് പലരും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിലൊക്കെ വീഴ്ചകൾ വരുത്തുന്നത് എന്നുള്ളതാണ് സങ്കടമെന്ന് പറയുന്നത്. മൊബൈൽ ഉപയോഗം ദിവസവും അത്യാവശ്യത്തിലേക്ക് പരിമിതപ്പെടുത്തുക. ആരാധനയിൽ സജീവമല്ലാത്തൊരു ഭവനം സന്ദർശിച്ച് നമുക്ക് അവരോടൊന്ന് പങ്കെടുക്കുവാൻ, ഇതൊരു കൂട്ടായ്മയാണ്, അഭ്യർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുക. ചെയ്ത തെറ്റുകളെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ സാധിക്കണം. കുമ്പസാരത്തെക്കുറിച്ചാണല്ലോ ഞാനിന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് എ സാക്രമെൻ്റ് ഓഫ് റെക്കൺസിലേഷൻ. ഇത് അനുരഞ്ജനത്തിൻ്റെ ഒരു വലിയ ശുശ്രൂഷയായിട്ടാണല്ലോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ ഈ പറഞ്ഞ ചിന്തകളിൽ കുറച്ചെങ്കിലും ചെയ്താൽ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ്. ഇന്ന് തുടക്കത്തിൽ നമ്മൾ പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ട് പാടി അതിൻ്റെ ഏതാനും ചരണങ്ങൾ പാടി നമുക്ക് അവസാനിപ്പിക്കും. ചേർന്ന് പാട്. ജീവിതമേന്നും ശാരി ആയിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനെ വന്നോ, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. വന്നോ, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. എന്നുള്ളിൽ വസിച്ചിടാം സ്വർഗ മണ്ഡപമേട്ടിറങ്ങി
വന്ന ഉന്നതനാന്തങ്ക പ്രാവേദിവാനിൽ എന്നു മതി വാസിക്കാം വന്ന ഉന്നതനാന്തങ്ക പ്രാവേദിവാനിൽ എന്നു മതി വസിക്കാം. കേട്ട തിരുവചനങ്ങളെ ഓർത്തിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം.